ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഏറെ പ്രത്യേകമായിട്ട് നിത്യതയോളം നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവിൻ്റെ വലിയ കാരുണ്യത്തിൻ്റെ ഭാഗമായ മരിയൻ ഉടമ്പടിയുടെ ഭാഗമാക്കി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തിയതിന് നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ഒരു നിമിഷം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനായും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയായും കൃപാസനത്തിലെ ഓൺലൈൻ ശുശ്രൂഷകളിലും പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ ഒരു നിമിഷം ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങളുണ്ടായി പുതു സൃഷ്ടികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ, ഈ ആലയത്തിൽ ഈ സമയം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും അപ്പായുടെ കയ്യൊപ്പുണ്ടാകുവാനും ഞങ്ങളെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ സഹോദരങ്ങളുടെയും ഉടമ്പടി നിയോഗങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ ശക്തി ഈ ആലയത്തിൽ ഈ നിമിഷം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതകളെ പരിഗണിക്കാതെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന. ദിവ്യകാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതിൽ കാളെത്ര
ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ വീശി ദൈവസ്നേഹത്തോടെ പാടാം. ആരാധന ആരാധന ആത്മാവിൽ ആത്മാവിൽ ആരാധന 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 ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം, പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ വീട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ സർവ്വലോകങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി സംരക്ഷിതരായ പ്രപഞ്ച പ്രകൃതിയെ പ്രപഞ്ച തന്നെ പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ ഈ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല കൃപാസനം സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ പ്രത്യേക നിയോഗങ്ങൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശ്വര ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശ്വര നന്ദി, ഈശ്വര ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, ഈശ്വര നന്ദി, ഈശ്വര ആരാധന. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേലും നിൻമുഖവിൽ ഹൃദയത്തിലാനന്ദമേ. തേജസ്സിലും നിൻമുഖവിൽ ഹൃദയത്തിലാനന്ദമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വര ആരാധന, മഹത്വം മഹത്വം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ടെലിവിഷനിലൂടെയും ഷാലോൺ ടെലിവിഷനിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ സാക്ഷികളാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേലും നിൻമുഖവിൽ ഹൃദയത്തിലാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്ക് കുറേ ഉടമ്പടി പ്രകാരം ദൈവം മരിയൻ ഉടമ്പടി കുറേ നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മൾക്ക് ബുദ്ധി പ്രയോഗിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ്രൂപം, പിന്നെ പച്ചത്തിരിയും നീലത്തിരിയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും വിശ്വാസം പ്രത്യാശിക്കുന്നതുമാണ്. ഒരേ സമയം തന്നെ പ്രത്യാശയും
വിശ്വാസവുമാണ്. ഇപ്പോൾ പച്ചത്തിരി ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? കരിഞ്ഞു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നല്ല. നമ്മളിപ്പോൾ ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഹ്റോൻ്റെ വടിയെ പച്ച നിറമുള്ള ഇലകൾ കൊണ്ട് ഉണക്ക വടിയെ തളർപ്പിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തെയും തളർപ്പിക്കും. അതാണ് പച്ച. Take the bread of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന ആരാധന ആരാധന. കൈവിശുകൊണ്ട് ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. സംഖ്യ 17:8. സംഖ്യാപുസ്തകം 17:8. പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഒരു വല്ലാത്ത കാഴ്ചയാണ്. ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിലുണ്ടോ ഇല്ലയോ എന്ന് ജനം സംശയിച്ചപ്പോൾ ദൈവം അടയാളം കൊടുത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, എല്ലാവരും ഇവിടെ ഒയിറ്റിക്കാതെ നിൽക്കുകയാണ്. എത്രാമത്തെ പ്രാവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവളോട് കരഞ്ഞ്. അവളോട് മാത്രമേ ചോദിച്ചുള്ളൂ, വേറെ ആരോടും ചോദിച്ചില്ല. എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ കരഞ്ഞ്. എന്നോട് പറഞ്ഞ് 10ാമത്തെ പ്രാവശ്യം. കുടുംബം എന്തുമാത്രം വെളുത്ത് കാണും. ഇപ്പോഴും അവൾക്ക് ഹോപ്പില്ല. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞ് ചോദിക്കാൻ. എന്താണ്? ഇനി നിൻ്റെ ബുദ്ധി കൊണ്ടല്ല, നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് കൈയടിച്ച് കർത്താവ് ഒരുമിച്ച് പാടുക. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഈ വാഗ്ദാന പേടകം, നമ്മുടെ ഈ അഹ്റോൻ്റെ ഉണക്ക കമ്പ്, അത് ബദാം കായ്ച്ച് പച്ച ഇലകൾ ചാർത്തി ബദാം കായ്ച്ച് നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിലാണ്. അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി, ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞുപോയി, നിങ്ങൾക്ക് ജപ്തി നടപടിയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുക അല്ലേ? വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവൾക്കൊരു സ്വപ്നം ഉണ്ടായി. ഒരു പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വരണേ. പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പച്ച നിസ്സാരമല്ല ശരിക്കും. പച്ചയുടെ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേ അലക്സ് തോമസ് എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാക്ഷ്യമുണ്ടായി. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കടി തകർച്ചയാണ്. അടിക്കടി തകർച്ച സംഭവിക്കുമ്പോഴും പുള്ളി പറയും, ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി, ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതാണ് എന്നിട്ട് ഞാൻ മുന്നോട്ട് പോയി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരളിയനുണ്ട്, ഭാര്യയുടെ ആങ്ങള,
അപ്പോൾ ഭയങ്കര അടുപ്പമുള്ള അങ്ങർക്ക് ലിവർ ക്യാൻസർ വന്നു. അതായത് ലിവർ സിറോസിസ് വന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം വന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിന് അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി, കരൾ കൊടുക്കാനുള്ള ആളെ കിട്ടി. പക്ഷേ അവിടെ ചെന്നപ്പോൾ കരൾ തരാനുള്ള ആളെ കിട്ടി. പക്ഷേ എന്താ കുഴപ്പം, ഇയാൾക്ക് ഇൻഫെക്ഷനായിപ്പോയി. ആർക്ക്? ലിവർ മാറ്റി വെക്കേണ്ട ആളിന് ഇൻഫെക്ഷനായി. അപ്പോഴീ ഈ ഉടമ്പടി എടുത്ത അലക്സ് തോമസ് പറയണത്, സാക്ഷ്യത്തിൽ പറയണത്, ഞാനത് മൈൻഡ് ചെയ്യില്ല, ഇൻഫെക്ഷനായിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടിയുടെ ബലത്തിൽ മുന്നോട്ട് പോയെന്ന്. അതാണ് പച്ചയെന്ന് പറഞ്ഞത്, അതാണ് പ്രത്യാശ. അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കും, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രത്യാശ നൽകണമേ. പ്രത്യാശ എന്ന ദൈവിക പുണ്യം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഉടമ്പടിയുടെ കാലഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ, എൻ്റെ പ്രക്രിയാ സമയം, ഈ പ്രക്രിയാ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അല്ലാതെ നമ്മളുടനെ ഉടമ്പടി എടുക്കണ കാലത്ത്, ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പറയും. അങ്ങനെ നിങ്ങൾ പൊട്ടികൾ വാസ്തവത്തിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, യൂദാസ് പുണ്യാളനെയൊക്കെ പെട്ടിക്കൊണ്ടുവന്ന് എഴുതിയിടുന്ന പോലുള്ള എഴുതിയിടലല്ല ഈ സംഭവം. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്ടറൽ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും. നിങ്ങൾ ഓർക്കണത്, ഇപ്പോൾ യൂദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം, ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് പുണ്യാളൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ അത് നടക്കാൻ പറ്റണമെങ്കിൽ നടക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും നിങ്ങൾക്കുള്ള ഉദ്ദേശമുണ്ടാകും. കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ്, അല്ലാതെ അപേക്ഷ കെട്ടിത്താത്തണ പരിപാടിയല്ലല്ലോ. ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട്. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്നതിനുള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട്. അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ അല്ലാതെ ഇരിക്കുന്നത്. കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല. നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ ഓലിയിട്ട് നടക്കാമെന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈതലായി മാറിയോ? നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ? അത് സന്തോഷത്തോടെയാണ് കൈമാറിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറയണത്, എനിക്ക് 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന്. അപ്പോഴെങ്കിലും അവൾക്ക് ബോധം വന്നില്ല. എന്താ കാര്യം? അവൾക്ക് ഈ പത്രം കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ബാക്കി എല്ലാം അവൾ ചെയ്യുന്നുണ്ട്. ആ കണക്കിനൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ച് ചെയ്യുന്നുണ്ട്. പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, വചനമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ പത്രം കൊടുക്കത്തില്ല കക്ഷി.
പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത്. എന്നൊക്കെ ഭ്രാന്തുണ്ടാകുന്ന ആൾക്കാർ ചോദിക്കും. അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാ കൊടുപ്പിക്കണമെന്നാണ്. അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ജോബോളിനൊക്കെ അറിയാം, അല്ലെങ്കിൽ വിജയകുമാറിനറിയാം. അവരാണല്ലോ ഫസ്റ്റ് ഹാൻഡ് ഡിസേബിളായിട്ട് വരുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ. ഇത് ഓൾ ഓൺ എ സഡൻ വന്നതാണ്. ഓൾ ഓൺ എ സഡൻ വെച്ചാൽ വിത്തിൻ 72 മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടി മൊത്തം സംഭവങ്ങൾ വെളിപ്പെട്ടത്. അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല. പച്ചത്തിരി, നീലത്തിരി, ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരുവോ എല്ലാം എനിക്ക് വേണം 72 മണിക്കൂറല്ല. വിത്തിൻ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് ഓൺലൈനിൽ ആണിതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാമല്ല സത്യം പറഞ്ഞാൽ. പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ. ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സഭയൊന്നും പറയാൻ പറ്റത്തില്ല. ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് സഭാപിതാക്കന്മാരോട് വൃത്തിമേനമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ്, ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന്, അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പം ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു. ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും. അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത്. പച്ചത്തിരിയെന്ന് എഴുതി വെച്ചെന്നല്ലാതെ ബദാം കായ്ക്കണ കാര്യമൊന്നും അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് പച്ച ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്കാരൻ വരുമ്പോൾ അത് അവരിപ്പോൾ നമുക്ക് ജപ്തി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു. അപ്പം ജപ്തി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല, ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കരുന്ന്. അപ്പോൾ എൻ്റെ ബാങ്കുകാരൻ മനുഷ്യൻ പറയുന്നത് 19-ാം തീയതിയാണ് ജപ്തി എന്ന്. മാതാവ് ഉടമ്പടി ഇടും 19-ാം തീയതി ഡേറ്റ് ജപ്തിയായ. അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. സംഭവം പ്രത്യാശ ഇവർക്കില്ല. അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും. ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ? അലക്സ് തോമസ് ഉടമ്പടി ചെയ്തു. അനിയൻ ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ലിവറിന് വീണ്ടും ഇൻഫെക്ഷനായി. അതൊക്കെ മൈൻഡ് ചെയ്യില്ല. ഉടമ്പടി ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി, ലിവർ മാറ്റിവെച്ചു. ലിവർ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി. 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി. പക്ഷേ അളിയനെ ഇപ്പോഴും ബോധം വന്നില്ല. അപ്പം പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും. കാര്യം എന്താ, അയാൾ മറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി. പക്ഷേ ലിവർ സ്വീകരിച്ച ആളിന് ബോധമില്ല. 20 ദിവസമായിട്ടും ബോധം വന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പോഴും അലക്സ് തോമസ് പറയും, ഉടമ്പടി എടുത്തതാണ്, ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. അതാണ് പ്രത്യാശ എന്ന് പറയണത്. ആ അളിയന് ബോധമില്ലാതെ മറ്റാൾ പോവുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെന്റിലേറ്ററൊക്കെ കൊണ്ടുപോകാൻ നേരത്ത് ഉടനെ അലക്സ് തോമസ് ഇവിടെ വന്നിട്ട് മാതാവിന് പറയും, അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും. അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും. രാത്രി ആ വെന്റിലേറ്റർ കയറ്റാനുള്ള ആൾ കണ്ണ് തുറക്കും. അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോൾ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ പറയുന്നത് സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ്, കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, ഞാനിങ്ങനെ തടിയെ പോലെ നിൽക്കണമെന്നേ ഉള്ളൂ, അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കണത്, വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും. നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ബുദ്ധി വേണം. ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം. അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാൻ വിഷമിക്കാതിരുന്നാൽ ഉടമ്പടി ബ്രേക്കാവും. ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ. നമുക്ക് എപ്പോഴും വരണത് തനത് കൃപയെന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോകണം, അവന് ഇഷ്യൂസൊന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ട്, രോഗങ്ങളുണ്ട്, ജോലിയില്ല, സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനേ ഉള്ളൂ. കേരള ഡിസീസ് എന്ന് പറഞ്ഞത്
മുതിർന്നവർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല, ചിലർക്ക് കിട്ടുന്നുണ്ട്, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് റേഷൻ കട്ടായിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളൂ. ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു, ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡായിട്ട് ലാഗ് ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട്. ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത, ഒരു 60% പേർക്കും ഇല്ലാത്ത, ഒരു 40% പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട്. ചിലർക്ക് 20% പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും. അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന, എന്നാൽ വേറെ ആൾക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത്, തടസ്സങ്ങൾ. ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ. ഇപ്പം നിൻ്റെ അണിയന് ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണം, ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല. അതാണ് നിൻ്റെ തനത് തടസ്സം. ഇത് ഈ വിഷയമെല്ലാം നമ്മൾ അടുത്തുള്ള പുരയിടങ്ങളൊക്കെ വിറ്റ് പോണ്, അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്ന് മേടിച്ചുകൊണ്ട് പോണ്. പക്ഷെ നമ്മുടെ പുരയിടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരയിടം മേടിക്കാൻ ആരും വരണില്ല. തനത് തടസ്സമെന്ന് പറയും. ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസാണ്, അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ്, അതിൻ്റേതായിട്ടുള്ള ഗ്രേസ്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഏലിയായുടെ ഒരു സഹോദരനാണ്, പ്രവാചക സഹോദരനാണ് എലീഷ. എപ്പോഴും ഏലിയയെ കണ്ടപ്പോൾ എന്നോട് എലീഷ പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു. അത് അത്രയുള്ള കാര്യം. നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:9. 2 രാജാക്കന്മാർ 2:9. മറുകര എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ ഏലിയ ചോദിക്കുകയാണ് പ്രവാചകനോട്, അവൻ എടുക്കപ്പെടുകയാണ്, അപ്പം അതിന് എന്താണ് ഇവന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ്, പാടുള്ള കാര്യമാണെന്ന് ചോദിക്കണത് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോഴ് എലീഷയ്ക്ക് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ്? എലീഷയ്ക്ക് ഏലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട്. മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോണത്. അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത്. വേറെ കാര്യമൊന്നുമില്ല. വെറുതെ വായിട്ട് അലക്കിയിട്ടുകൊണ്ട് കൃപ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഇരട്ടി മിഷനാണ്. മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ, അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കുർബാന കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ്. കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെയിലത്ത്, നല്ല വെയിലാണ്, നല്ല വെയിലത്ത് നിന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ, ചോദിക്കുന്നില്ലേ, കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല.
അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും ടഫ് മിഷൻ ഈ പത്രത്തിൻ്റെ മിഷനാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ മാസം ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, അതാണ് ആ മാസം ചെയ്തത്. 100 മറ്റേ കാണും നമ്മൾ കൊടുക്കണത്, അതിലിരട്ടി ഉണ്ടാവും. ഒരു ദിവസം 10 അല്ലേ ഇടണത്, 10 ഉടമ്പടി സാക്ഷ്യങ്ങളല്ലേ ഇപ്പോൾ അപ്പ് ചെയ്യണത്. അപ്പോൾ അതിലൊരു 100 എടുത്തിട്ട് 10 ദിവസത്തെ എടുത്തിട്ടാണ് 10 കൊടുക്കണത്. അപ്പോൾ ഈ സാക്ഷ്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം സ്ഥിരമായിട്ട് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്, സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രശ്നം ദൈവം ചെയ്ത കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അതിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ആൾക്കാർ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കണം. 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഉറക്കം വന്നില്ലല്ലോ. ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത്, എനിക്ക് ഉറക്കം വന്നില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഇപ്പം മിൻറ്റു എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിലുണ്ടായതാണ്. വലിയ സാക്ഷ്യമാണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മിൻറ്റു, ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന് ഗർഭത്തെ ശിശു ആരാധന സമയത്ത് കുതിച്ച് ചാടി. അപ്പോൾ കർത്താവ് മിൻറ്റുവിനൊരു അടയാളം കൊടുത്തതാണ്. എന്താണ്? നിൻ്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ്. ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു, നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം. ഒരർത്ഥം അതാണ്. അപ്പോൾ മിൻറ്റു ഭയങ്കര സന്തോഷമായി. എന്താണ്? ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭദശിച്ച് തുള്ളിച്ചാടണത്. ഇപ്പം കർത്താവിൻ്റെ കയ്യൊപ്പുള്ള കുഞ്ഞാണ് എന്നവൾ ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അതിൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി, ട്യൂമർ വരാൻ തുടങ്ങി. അത് ട്യൂമറാണെന്ന് കണ്ട് ബ്ലീഡിങ്ങൊക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ട്യൂമർ വളർന്നു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം, ട്യൂമർ എന്ന് പറഞ്ഞ ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും. അതിങ്ങനെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും. കുഞ്ഞ് രക്തമില്ലാതെ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും, ബ്രെയിൻ ചുരുങ്ങിപ്പോകും. അങ്ങനെ കിഡ്നി, 3 പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവൾ കിടുങ്ങിപ്പോവും. അങ്ങോട്ട് കാര്യമൊക്കെ മനസ്സിലാവും, കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും, ട്യൂമർ വളരെ. പക്ഷേ ഇവൾ ഉടമ്പടിയിൽ അങ്ങ് ഉറച്ചു നിൽക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വിഷയം, നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെ വിഷയമായി മാറും. കാര്യം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, അതാണ് വിഷയം. നമുക്ക് ജോലിയില്ല, ദൈവത്തിന് ജോലിയില്ല. നമുക്ക് പനിയാണോ, ദൈവത്തിന് പനിയാണ്. ഇതെല്ലാം ഇങ്ങനെയാണ് പോണത്. നമുക്ക് കടത്തിലാണോ, ദൈവവും കടത്തിലാണ്. എന്നുവെച്ചാൽ ദൈവത്തിന് തനതായിട്ട് തോന്നും. ഇപ്പോൾ ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി വഴിയായി ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. അപ്പം ഇങ്ങനെ ഓരോ 3 മാസം സ്കാൻ ചെയ്യുമ്പോഴും ട്യൂമറൊപ്പം കൊച്ചിനൊപ്പം വലുതാകുകയും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന്.
ടിൻറ്റുവിൻ്റെ അപ്പോൾ ഒരു 6-ാം മാസമായപ്പോഴും ഡോക്ടർ പറയും ഇത് കുട്ടി മരിക്കും, നിനക്കും അപകടമാണ്, അബോർഷൻ ചെയ്ത് കളയണം. പക്ഷെ കളയത്തില്ല ഇവർ. കാര്യം ടിൻറ്റുവിൻ്റെ ഹസ്ബൻഡ് ലിജുവും അതുപോലെ തന്നെ വിശ്വാസമുള്ള ആളാണ്. ഇത് നമുക്ക് കർത്താവ് തന്ന LED എന്ന് ചോദിക്കും. ഒക്കെ ബോധമാണ്, അതാണ് ബോധം. ഒരു ഉടമ്പടി, ഒരു ബോധമാണ്. അന്ന് ആരാധനയ്ക്ക് കുഞ്ഞ് തുള്ളിച്ചടിയില്ലേ, അപ്പോൾ കർത്താവിൻ്റെ കൈവപ്പായില്ലേ. അപ്പോൾ ഭർത്താവ് പറയും ഇത് നമുക്ക് കർത്താവ് തന്ന LED, കർത്താവാണ് തീരുമാനിക്കണം, നമ്മളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും. അപ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ആലോചിച്ചിട്ട് അവരൊന്നും ചെയ്യാതെ കുഞ്ഞിനെയും ട്യൂമറിനെയും അതിൻ്റെ ഭിത്തിക്ക് അങ്ങോട്ട് വിടും. ഇവിടെ ഈ വയറും താങ്ങിക്കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ രാത്രി ഉറക്കം വരത്തില്ല. ഇവർക്ക് ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് അവൾ പറയും ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാക്ഷ്യം കേൾക്കുമെന്ന്. കർത്താവ് അപ്പോൾ എന്നെ കർത്താവ് ബലപ്പെടുത്തും. ഈ കാലങ്ങളിൽ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് സാക്ഷ്യങ്ങളാണ് ശരിക്കും. കാര്യം ചവർ പോലെ സാക്ഷ്യങ്ങളല്ലേ എല്ലാ ദിവസവുമാണേ. അപ്പോൾ അത് ആ ഓരോ സബ്ജക്റ്റ് വൈസ് ഉണ്ടാവും. ഈ ഭൂമിക്ക് താഴെ അല്ല ഈ ഭൂമിക്ക് മുകളിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെയാണ് ദൈവം ഉടമ്പടി കൈകാര്യം ചെയ്യണത്. അത് ഓരോ വിഷയങ്ങളെയും. അപ്പോൾ ഇവൾ പറയും ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, കൂടുതൽ വേദനയൊക്കെ വരുന്ന ബ്ലീഡിങ് കൂടുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉടമ്പടി തൈലം എടുത്തിട്ട് എൻ്റെ അടിവയറ്റിൽ തേച്ച് കുരിശിടും. കാര്യം നമുക്ക് ഉടമ്പടിയിലെ ദൃശ്യമായ കുറേ അടയാളങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? ഉടമ്പടി തൈലം, ഉപ്പ്, പിന്നെ എന്താണ്, കാശുരൂപം. അപ്പം കുറേ അടയാളങ്ങളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങൾ കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് വർക്കൗട്ട് ചെയ്യണത് ആരാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണത്, അയാളുടെ മൊറാലിറ്റിയിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അയാൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കണ്ണീരിട്ട് ദൈവതിരുസന്നിധി പറയാണ് ഞാനിത് കാനഡയ്ക്ക് കൊടുത്തു വിടുകയാണ്, എൻ്റെ മകൾ അവിടെയാണ്, അവർക്ക് വേറെ ആരുമില്ല, എനിക്കും പോകാൻ പറ്റണില്ല, അതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. പക്ഷേ ഉടമ്പടിക്ക് മുറുക്കമില്ല എന്നുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. നീ ഉടമ്പടി ഉടപ്പിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്നപ്പോൾ ഉടമ്പടി തൈലം കൊടുത്തു വിടുകയാണെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ഒരു കൈ ഇരിക്കുന്ന വടി മാത്രമാണ്. ഇപ്പം മോസസിനോട് പറഞ്ഞില്ലേ, നീ പറവോൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മോസസിന് പേടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ രാജാവ്, ചക്രവർത്തിയാണ്. ഇവൻ്റെ പിന്നിൽ ആൾ പോലും ഇല്ല, സ്വാധീനമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല, ട്രെയിൻ ചെയ്ത പട്ടാളക്കാരില്ല, പണമില്ല, ഒന്നുമില്ല. ഇവൻ ഒറ്റക്കാണ്. അപ്പോൾ മോസസ് പറയും ഞാൻ ഒറ്റക്കാണല്ലോ, ഞാനെങ്ങനെയാണ് ചക്രവർത്തിയോട് സർവ്വസൈന്യാധിപനോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയും നിൻ്റെ കയ്യിലിരിക്കണത് എന്താണെന്ന് ചോദിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 4:2 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 4:2 കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എന്തെല്ലാം കയ്യിലുണ്ട്? ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട് അല്ലേ. എല്ലാം പല പ്രാവശ്യം വെഞ്ചരിച്ച് ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയിട്ട് ഇതിന്മേൽ തൊട്ടാൽ ശരിയാകത്തില്ല. ഉടമ്പടിയിൽ ബലവത്താട് നിൽക്കണം. പറ വായിച്ചോളൂ. നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു ഒരു വടിയാണ്. അപ്പം നമുക്ക് തോന്നുമ്പോൾ ഒരു കാശുരൂപമാണ്, ഇത്തിരി ഉപ്പാണ്, ഇത്തിരി ഒലിവ് എണ്ണയാണെന്ന് നമുക്ക് തോന്നും. അതായിരിക്കും. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ അത് മാറി, അതല്ലാതായി മാറും. അത് വായിച്ചോളൂ. അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക. അത് നിലത്തിടുക. നമ്മൾ ഉപ്പൊക്കെ നിലത്തിടത്തില്ലേ? ഞാൻ എല്ലാവരോടും പറയും ജപ്തി നടപടിയാണെന്ന് പറയുമ്പോൾ, സ്ഥലം വിൽക്കണില്ല എന്ന് പറയുമ്പോൾ, വീട് വിൽക്കണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നിലത്തിടാൻ പറയും, എല്ലാ അതിരുകളിലും ഇടാൻ പറയും. എങ്ങനെ ഇടാൻ പറയും? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിടാൻ പറയും. പ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. അല്ല ചുമ്മാ സിനിമാ പാട്ടും പാടി ഇടാൻ പറഞ്ഞ സാധനമാണോ ഇത്? ബുദ്ധിബോധമില്ലാതെ ചുമ്മാ ഇങ്ങനെ ഉറുമ്പ് വരുമ്പോൾ തെള്ളുപൊടി ഇടണ പോലെ ഇടുന്ന സാധനമാണോ ഇത്? അല്ല. ആദ്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണെന്ന്. വിശ്വാസ പ്രമാണവും വിശുദ്ധിയും തമ്മിൽ കുറച്ച് ബന്ധമുണ്ട്. നിങ്ങൾ പ്രക്രിയയായിട്ട് ജീവിച്ചിട്ട് തോന്നിവാസം ജീവിച്ചിട്ട് വിശ്വാസ പ്രമാണം ചിലപ്പോൾ ആക്ടിവേറ്റ് ആകത്തില്ല. അതാണ് വിഷയം. കാര്യം എപ്പോഴും പ്രശ്നമുള്ളത് ദൈവം ചോദിക്കണം നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോൾ ഒറ്റ ഉത്തരവേ പാടാൻ പാടുള്ളൂ.
നീ എന്ത് ചെയ്യുന്നു? ഞാൻ അബോർഷൻ ചെയ്യുന്നു. പോരെ, പണിയായില്ലേ? നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മര്യാദക്ക് ഉത്തരം പറയണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഉത്തരം പറയണം. ഞാനൊരു ഭർത്താവിനെ വെറുതെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി മോതക്കിട്ട് കിട്ടും ചിലപ്പോൾ. ഞാൻ ഇന്നലെ ഒരു പെണ്ണിനോട് ചോദിച്ചു, അത് നീ വഴക്കിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് വടിവിട്ടേക്കാൻ പറഞ്ഞു. അവൾ തന്നെ വഴക്കിട്ട് പോന്നിട്ട് പാക ഉടമ്പടി ചെയ്യണമെന്നും പറഞ്ഞ് വന്ന് ഉടമ്പടി എടുത്ത് വെള്ളച്ചീടും കൊണ്ട് നിൽക്കും. പാക ഉടമ്പടി ചെയ്യണം. അപ്പോൾ മാനേജർ എഴുതിയിട്ടുണ്ട് പാക ഉടമ്പടി ചെയ്യണം. മാനേജർ ചോദിക്കത്തില്ലല്ല. ഈ പാക ഉടമ്പടി ചെയ്യണമെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു അവളോട് കാര്യം ചോദിക്കാൻ പറഞ്ഞ്. വേറെ ആരുമില്ല, അവളോട് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ എല്ലാവരോടും സംസാരിക്കത്തില്ലല്ലോ. ഗ്രീൻ കേസാണെങ്കിൽ സംസാരിക്കത്തില്ല, റെഡ് കേസാണെങ്കിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ ചോദിച്ചു പാക ഉടമ്പടി ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആരുടെ ഭാഗമാണ് ചെയ്യേണ്ടത്? ഭർത്താവിൻ്റെ ഭാഗം ഉടമ്പടി ചെയ്യണം. അപ്പോൾ നീ എവിടെ നിൽക്കണം? വീട്ടിൽ നിൽക്കണം. ആ കൊള്ളിയായി എന്ന് പോകുന്നു. കെട്ടിയ കാലത്ത് പോകുന്നതാണ്. കെട്ടിയ കാലത്ത് ഇവളുടെ എന്തോ ഉടായ്പ ബന്ധത്തിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിലും അവളുടെ താല്പര്യക്കുറവാ, ചിലപ്പോൾ ഈ മദ്യപാനിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ മദ്യപാനികളുടെ കൂടെ ആരും താമസിക്കണില്ലേ? കേരളം തന്നെ ജീവിക്കണ മദ്യപാനം കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെൻറ് ഇതൊക്കെ അടച്ചുപൂട്ടത്തില്ലേ? അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഗവൺമെൻറ് തന്നെ അതിൻ്റെ സ്പോൺസറായി മാറുമ്പോഴേ ജീവിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അല്ല ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ കാര്യം മദ്യപിച്ചാൽ ശരിയാവുക? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് പാപ സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടാകും. അത് ഗവൺമെൻറ് സ്പോൺസേർഡുമായിരിക്കും ചിലപ്പോൾ സമയത്ത്. പക്ഷേ നമ്മളല്ല അത് ജീവിക്കേണ്ടത്. എത്ര ഉടമ്പടിയിലൂടെയാണ് ഭർത്താക്കന്മാരെ അവിടെ വിശുദ്ധിയിലേക്ക് ഭാര്യമാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഓടിപ്പോകുന്നത് അന്ന് ഓടിപ്പോകുന്നതാണ്. ഞാൻ മക്കളുണ്ടായില്ലെന്ന് തിരക്കിയില്ല. കാര്യം ആ കേസ് ദൈവത്തിൻ്റെ അല്ലാത്ത കാരണം എൻ്റെതുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ മേലെ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? അന്ന് ഓടിപ്പോകുന്നതിന് ശേഷം ഇന്നിപ്പോൾ അവൾക്ക് അയാളുടെ ഓഹരി വേണം. അതാണ് പ്രശ്നം. അതിനകത്ത് മാനുഷികമായിട്ട് പോലും നീതിയില്ല. കഴുത്തല്ലൊരു താലി കെട്ടിയെന്നും പറഞ്ഞ് കൂടെ നിന്ന് കൂടെ ജീവിച്ച് അവിടെ മക്കളെ വളർത്തി ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഭർത്താവിന് അവകാശം ഉണ്ടാകണത്. ഇത് വിദ്യാർത്ഥിയുടെ കോടതിയായി ചിലപ്പോൾ കോടതി പോയത് രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിനും ഇന്ന് രക്ഷപ്പെടത്തില്ല. എന്താ കാരണം? ഭാര്യയെന്ന ഉത്തരവാദിത്തം, അമ്മയെന്നുള്ള ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ല. അപ്പോൾ നിൻ്റെ ദൈവിക അവകാശമില്ല. പിന്നെ എന്തിന് ഭാഗമായിട്ട് ചെയ്തു തരാനാണ്? ഈ കേസ് ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവളോട് മാത്രം ചോദിച്ചിരിക്കണത്? കാര്യം അവളുടെ കയ്യിൽ ആ ഉടമ്പടി ദൈവം ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി അൾത്താരെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ടാവും. ദൈവം ഏറ്റെടുക്കാത്ത ഉടമ്പടി ഇവരുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയാളുടെ സ്വത്ത് മാത്രം മതി. അതാണ് വിഷയം. അവിടെ സ്വത്ത് മാത്രം മതി. അപ്പോൾ അത് മാനുഷികമായിട്ട് പോലും നീതിയല്ല സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കോടതി പോയാൽ തീർച്ചയായിട്ടും കോടതി പെൺപക്ഷമായത് കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ കുറേ നാളുകളായിട്ട് സ്ത്രീകൾ മർദ്ദനം അനുഭവിക്കുന്നതാണ്. നിയമപരമായ നീതിപരമായ മർദ്ദനങ്ങൾ സ്ത്രീ ജനങ്ങൾ അനുഭവിക്കുന്ന കാരണം അതിൻ്റെ തിക്തഫലങ്ങൾ ഒത്തിരി ആയപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിയമങ്ങൾ വെച്ചിരിക്കുന്നതെല്ലാം സ്ത്രീ അനുകൂലമായ നിയമങ്ങളാണ്. അത് ഒത്തിരി പെണ്ണുങ്ങൾ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ. ഇപ്പം എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പിന്നെയും കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. കുടുംബത്തോട് തറവാടിനോട് കേസ് പറയുന്ന പെങ്ങന്മാരുണ്ട്. അവർക്ക് അപ്പനും അമ്മയോട് ബന്ധമില്ല, അപ്പനും അമ്മയും അവർക്ക് നോക്കണ്ട. അതേസമയം തന്നെ അവർ പിന്നെയും കിട്ടാൻ വേണ്ടി കേസ് പറയും. ആ സ്വത്തുണ്ടാക്കിയതിൽ ഇവർക്കൊരു പങ്കുമില്ല. ഇപ്പം ചിലരൊക്കെ കാണിച്ചിരിക്കുന്ന നീതികേട് കണ്ടില്ലേ? ഗൾഫിലൊക്കെ ജോലി ചെയ്യും, മക്കളുടെ സമ്പത്ത് ആദ്യത്തെ മക്കൾ പോയി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ മര്യാദ അനുസരിച്ചിട്ട് മൂത്ത മക്കളെ ഇളയ മക്കളെ ആരാണ് രക്ഷപ്പെടണത് അവിടെ സമ്പത്ത് അപ്പൻ്റെ പേരിൽ അയച്ചു കൊടുക്കും. അപ്പൻ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പ്ലാൻ ചെയ്തുകൊണ്ട് കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലും മേടിക്കും, കുറേ സ്വത്ത് അമ്മയുടെ പേരിലും മേടിക്കും. ഇനി അവനൊരു കാലത്ത് കിട്ടാതെ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? കുറേ സ്വത്ത് അമ്മയുടെ പേരിലാണ് അപ്പമ്മ മക്കൾക്കെല്ലാം അവകാശം, കുറേ സ്വത്ത് അപ്പൻ്റെ പേരിലാണ് കുടുംബത്തിന് അമ്മക്കും പെമ്മക്കും അവകാശം. അവരെന്താ? അവൻ ഞൊട്ടൻ്റെ വരും മിക്കവാറും. ഈ ആൾക്കാരെ ഉടമ്പടി എടുത്താൽ വിജയിക്കുക? ഇല്ല. ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം.
നിങ്ങൾ നിങ്ങളുടെ മക്കളെ തന്നെ, മക്കളാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, മക്കളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ചതി റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉടമ്പടി സാക്ഷ്യം പറയാതെ നീണ്ടു പോകും. അങ്ങനെ പല ആൾക്കാർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ദൈവതിരുസന്നിധിയിലും മനുഷ്യൻ്റെ തിരുസന്നിധിയിലും അവരവരുടെ ആത്മശോധന ചെയ്ത് റെക്ടിഫൈ ചെയ്യേണ്ട, പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാത്തിനെയും വെറുത്തുപേക്ഷിച്ച് കറക്റ്റ് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അപ്പൊ മിന്റുവിന്റെ പ്രസംഗം ഉണ്ടാ. മിന്റു ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം, ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ്. ശരീരം ചൂട് കയറിയിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല. വലത്തോടും തിരിയാൻ പറ്റണില്ല, ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തു ചെയ്യും? ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കും. ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിശിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യണത്. അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിശിടും. ദൈവം ചോദിച്ചില്ലേ, എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത്? എന്താണ് കയ്യിലിരിക്കണത്? ഉടമ്പടി തൈലം. ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ്. ആൾക്കാർ നന്നായിട്ടാണ് വിളിക്കണത്. ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ്? ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കുന്നത്. ദൈവം എന്നെ അഭിഷേക തൈലം, എന്നെ അഭിഷേകം ചെയ്ത തൈലം, എൻ്റെ സൗഖ്യത്തിനായി, സമാധാനത്തിനായി, എൻ്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈലം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. അഭിഷേക തൈലം അല്ലെങ്കിൽ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുന്ന മുമ്പ് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 1 രാജാക്കന്മാർ 19:10. അപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രീ റെക്വിസിറ്റ്, മുൻ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം? തീഷ്ണതയുണ്ടാകണം. എന്തിലെല്ലാം തീഷ്ണതയുണ്ടാകണം? വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാകണം. ഇപ്പം മിൻറ്റുവിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്, അലക്സ് തോമസിന് വിശ്വാസത്തിൽ തീഷ്ണതയാണ്. അതല്ലേ എന്തെല്ലാം ഇപ്പം മിൻറ്റുവിൻ്റെ കാര്യം വ്യക്തമാണ്. അപ്പോൾ മിൻറ്റു പ്രസവിച്ചു, അവസാനം സിസേറിയൻ എടുത്തു. സിസേറിയൻ കഴിഞ്ഞപ്പോൾ
കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം, കുട്ടിക്ക് 3 കിലോ ഉണ്ടെങ്കിൽ 1.5 കിലോ ട്യൂമറിനുണ്ട്. ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ, ശക്തി, രക്തം, വിറ്റാമിൻ, മിനറൽസ് എല്ലാം ഇതിലൂടെ പോകും. കാരണം നട്ടെല്ലാണ് ഇത് പിടിപ്പിച്ചിരിക്കണത്. ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്ന യാഥാർത്ഥ്യങ്ങളെ, ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ഷോർട്ട് ഷാൽ പിയേഴ്സ് ഇൻ യുവർ ഹാർട്ട് എന്നെന്താ പറഞ്ഞത്? മാതാവിനെ കുറിച്ച് പറഞ്ഞു, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം, അനുഗ്രഹം ദൈവത്തിൻ്റെ തനത് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻ്റായിട്ടാണ് എടുക്കണത്. പേയ്മെൻ്റായിട്ട് കിടച്ചാൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയമില്ല. ഓരോ അനുഗ്രഹങ്ങൾക്ക് അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലെസ്സിങ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും. ചില കത്തിക്കും, ചില കുഴിച്ചിടും, അത്രേ ഉള്ളൂ. പക്ഷെ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശമായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ്. അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും, പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും, ദൈവസ്നേഹം തീക്ഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവസ്നേഹം തീക്ഷ്ണതയാൽ ഇരട്ടിപ്പിക്കാൻ, വിശ്വാസത്തിൽ വളരുവാൻ, ഇരട്ടി തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവിക പരിപാലനകളെയും വിശേഷവിഹിതമായി നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ കൃപയാ നിറക്കണമേ, എന്നെ നിറക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ.